നമസ്കാരം. എല്ലാ ഗുരുജനങ്ങൾക്കും ബന്ധുമിത്രാദികൾക്കും ഒരായിരം നന്ദി, നമസ്കാരം. ഞാൻ ഡോക്ടർ എം ഷിബു നാരായണൻ, പമ്പാഴി. 1200 പുതിയ വർഷമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു മാസം കഴിഞ്ഞു എങ്കിൽ തന്നെ വീഡിയോ ഇടാൻ താമസം വന്നിട്ടുണ്ട്, തിരക്ക് കൊണ്ടാണ്. എല്ലാവരും ഈ ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്യണം. ജ്യോതിഷ സംബന്ധമായ കാര്യങ്ങൾ അറിയുന്നതിലേക്ക് വേണ്ടി വാട്സപ്പിലേക്ക് ജനതീയതി, ജനിച്ച സമയം, ജനിച്ച ജില്ല, പേര്, നക്ഷത്രം ഇതൊക്കെ അയച്ചു തരണം. ഫീസും അടയ്ക്കേണ്ടതുണ്ട്. ഇന്ന് പറയാൻ പോകുന്നത് പൂരം നക്ഷത്രക്കാരുടെ ഈ പുതുവർഷത്തെ ഫലമാണ്. ഒരു മാസം കഴിഞ്ഞു പോയെങ്കിലും പലവരും വർഷഫലം പറഞ്ഞില്ല എന്ന് പറഞ്ഞ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് വൈകിയെങ്കിലും ഈ ഫലം നിങ്ങളെ എത്തിക്കേണ്ടത്. പൂരം നക്ഷത്രക്കാർ ചിങ്ങക്കൂറുകാരാണ്. ചിങ്ങക്കൂറുകാർക്ക് ഈ ചിങ്ങം മുതൽ അടുത്ത കർക്കിടകം വരെയുള്ള ഫലത്തെയാണ് പറയാൻ പോകുന്നത്. അപ്പം എങ്ങനെയാണ് നമ്മൾ ഈ ഫലം കണക്കാക്കുന്നതെന്ന് വെച്ചാൽ, നമ്മൾ ജനിച്ച കൂറിൻ്റെ നല്ല ഭാവങ്ങളിൽ ഗ്രഹങ്ങൾ, ശുഭന്മാർ സഞ്ചരിക്കുന്ന സമയം വളരെ ശുഭങ്ങളും, അശുഭഗ്രഹങ്ങൾ സഞ്ചരിക്കുന്ന കാലം ഗ്രഹപ്പഴ ദോഷങ്ങളും ആണ് പറയുന്നത്. അപ്പോൾ പൂരം നക്ഷത്രം ചിങ്ങക്കൂറാണ്. ധൈര്യവും വീരവും ബുദ്ധിയും സാമർഥ്യവും കഴിവും ഒക്കെ ഉള്ള മിടുക്കരാണ്, പെണ്ണുങ്ങളായിരുന്നാലും ആണുങ്ങളായിരുന്നാലും. പക്ഷെ അവരവരുടെ സ്വന്തം ഇഷ്ടത്തിനും താല്പര്യത്തിനും അനുസരിച്ച് പെരുമാറും. അച്ഛൻ പറഞ്ഞാലും സഹോദരങ്ങളാ, ബന്ധുക്കളാ, ജ്യോത്സ്യന, വക്കീല, ആരെങ്കിലും എന്തെങ്കിലും ഉപദേശം പറഞ്ഞാൽ അത് വളരെ കാര്യമായിട്ട് സ്വീകരിക്കാത്തവരാണ്. അമ്മമാരുടെ ഇഷ്ടവും താല്പര്യവും അനുസരിച്ച് എന്ത് വേണോ ചെയ്യും. അമ്മമാർ വിചാരിച്ച ഈ നാളുകാർക്ക് നല്ല ജീവിതവും ഭാഗ്യവും അഭിവൃദ്ധികളും കിട്ടും. കാരണം അമ്മ പറയുന്നത് കേൾക്കുന്നത് കൊണ്ടാണ്, അമ്മയോട് സ്നേഹമുള്ളത് കൊണ്ടാണ്. അമ്മ പറഞ്ഞാൽ നന്നാവുന്നത് എങ്ങനെ? ഒരു ജോലി കിട്ടിയാൽ, അയ്യോ മക്കളെ ആ ജോലി കളയില്ലേ, നിനക്കിഷ്ടമല്ലെങ്കിൽ നീ നിൽക്കണേ, അത് ചെയ്യണേന്ന് പറഞ്ഞാൽ ആ ജോലി നഷ്ടപ്പെടാതിരിക്കാനും ആ ജോലിയിൽ കൂടി അയാൾക്ക് രക്ഷപ്പെടാനും പറ്റും. നിനക്ക് വേണ്ടെന്ന് തോന്നണമെങ്കിൽ ഞാൻ കളഞ്ഞിട്ടിഞ്ഞ് പോരേന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ജോലിയും കളഞ്ഞിട്ടിഞ്ഞ് വരും. ഒരു വിവാഹം നടന്നാൽ തന്നെയും ഭാര്യയ്ക്ക് സ്നേഹമില്ല, ഭർത്താവിന് സ്നേഹമില്ല എന്ന് അമ്മയോടെ പറഞ്ഞാൽ, നിനക്കിഷ്ടമല്ലെങ്കിൽ നീ കിടന്ന് വിഷമിക്കേണ്ട, അവളെ വീട്ടിൽ കൊണ്ടാക്ക്, അവൻ്റെ വീട്ടിൽ കൊണ്ടുപോ എന്നൊക്കെ പറയുമ്പോൾ അവരതേപോലെ ചെയ്യുമ്പോൾ ഭാര്യയും ഭർത്താവും ബന്ധമൊക്കെ ചിലപ്പോൾ തെറിച്ചു പോവുകയും കലവിച്ചു പോവുകയൊക്കെ ചെയ്യും. അപ്പം അതാണ് അമ്മയുടെ ഉപദേശങ്ങൾ, നിർദ്ദേശങ്ങൾ അനുസരിക്കുമ്പോൾ അമ്മമാർ നല്ല ഉപദേശം കൊടുത്താൽ മക്കൾ നല്ല രീതിയിൽ രക്ഷപ്പെടും. ഇതേപോലെ മക്കളുടെ സന്തോഷത്തിന് വേണ്ടി ഒരു അഡ്മിഷൻ കിട്ടിയാൽ കളഞ്ഞിച്ചു വന്നാലും, ജോലി കിട്ടിയിട്ട് കളഞ്ഞിച്ചു വന്നാലും, വിവാഹം നടത്തിയിട്ട് കളഞ്ഞിച്ചു വന്നാലും പരാജയം നമുക്കാണുള്ളത്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ പറയുന്ന പൂരം നക്ഷത്രക്കാർക്ക് വേഴം 10ലും 11ലുമാണ്. ഈ വർഷവും അടുത്ത വർഷം ഇവർക്ക് നല്ലതാണ്. 10ൽ വേഴം വരുമ്പോൾ നമുക്ക് നല്ല ജോലിയും അധികാരവും പ്രതാപവും ഒക്കെ കിട്ടും. ഗുരു ശുക്ര കേന്ദ്രകൈവ സുവിധാകസ്ത്ര എത്ര മഹാരോഗിയായിട്ട് മരിക്കാൻ കിടക്കുന്ന ഒരാളായിരുന്നാലും, പല അപകടങ്ങളും കടങ്ങളും കൊണ്ട് മരിച്ചാൽ കൊള്ളാമെന്ന് ആഗ്രഹം തോന്നിയാലും, വേഴത്തിൻ്റെ അനുകൂലമായ സഞ്ചാരം ഉള്ളതുകൊണ്ട് നമുക്ക് വലിയ നേട്ടങ്ങളും ഭാഗ്യങ്ങളും ഐശ്വര്യങ്ങളൊക്കെ കിട്ടി സുഖിയായിട്ട് ഭവിക്കും. മനസ്സിനും ശരീരത്തിനും സുഖം കിട്ടുന്ന ഒരാളെ സുഖിക്കണമെന്ന് പറയാൻ പറ്റും. സുഖം കിട്ടും. 10 നിന്ന വേഴം സഞ്ചരിക്കുന്ന സമയം 10ലും 11ലും നിൽക്കുന്ന കാലമായതുകൊണ്ട് 10 നിൽക്കുമ്പോൾ ദേവാലയം, അമ്പലം വയ്ക്കാൻ യോഗം, പുണ്യ സ്ഥലങ്ങളൊക്കെ തീർത്ഥാടനം പോകാനും ദൈവങ്ങളുടെ അനുഗ്രഹവും പൂജകളും മന്ത്രതന്ത്രാദികളും പഠിക്കാനും ചെയ്യാനും ചെയ്യിപ്പിക്കാനും ഒക്കെ ഉള്ള നല്ല മനസ്സിന് താല്പര്യവും, നഗരസഭ, കോർപ്പറേഷൻ, മുനിസിപ്പാലിറ്റി, സർക്കാർ, കോടതി ഇവരിൽ നിന്നുമൊക്കെ സഹായവും സന്തോഷവും അനുകൂലം കിട്ടാനും, മാർഗം വഴി വെട്ടിക്കാനും, നല്ല വഴികൾ നമുക്ക് തെളിഞ്ഞു കിട്ടാനും, ലക്ഷ്യസ്ഥാനത്തെത്താനും, ആലയം, വീട് വയ്ക്കാനും, സർവ കർമാണി എന്ന് വെച്ചാൽ ഏത് ജോലി, പ്രവൃത്തി, ബിസിനസ്, ഏജൻസി ചെയ്താലും തൊഴിൽ കൊണ്ട് അഭിവൃദ്ധിപ്പെട്ടു വരാനും,
ചെറിയൊരു തൊഴിലാളി മുതലാളിയായിട്ട് ജീവിത നിലവാരം മെച്ചപ്പെടുത്താൻ, സർക്കാർ കോടതി അധികാരികളിൽ നിന്നും പ്രീതി സഹായമൊക്കെ കിട്ടാൻ ഒക്കെ വലിയ യോഗമുള്ള സമയമാണ് വേഴം 10-ലും 11-ലും നിൽക്കുന്നത്. സീറോ ആയിട്ടിരിക്കുന്ന ഒരാൾ ഹീറോ ആവുന്നതാണെന്ന് പറയും. പക്ഷെ എങ്കിലും നിങ്ങൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ നിങ്ങൾ ഹീറോ ആണെങ്കിലും സീറോ ആയി വരാനുള്ള യോഗവും കൂടി ഈ വർഷം ഉണ്ട്. എന്താണെന്ന് വെച്ചാൽ നമുക്ക് ശനി ഇപ്പോൾ 7-ൽ നിൽക്കുകയാണ്. അത് 8-ലോട്ട് വരാൻ പോകണം. 6-ാം ഭാവാധിപനും 7-ാം ഭാവാധിപനുമായ ശനി 2025 മാർച്ച് മുതൽ നിങ്ങൾക്ക് 8-ൽ വരും. അപ്പോൾ 8-ൻ്റെ പണി കിട്ടും. ഇപ്പം നല്ല ജോലി കിട്ടിയാലും നിങ്ങൾ പറയും നല്ല ജോലി സാലറിയൊക്കെ ഉണ്ട്, പക്ഷെ അവിടെ എനിക്ക് ശരിയാവൂല എന്നൊന്നും കളഞ്ഞിട്ട് വരരുത്. നല്ല ഭാര്യയും നല്ല ഭർത്താവും ദാമ്പത്യവും ഉണ്ടെങ്കിലും ഭാര്യ പറയുന്നത് ഭർത്താവും കേൾക്കൂല, ഭർത്താവ് പറഞ്ഞ ഭാര്യയും കേൾക്കൂല. ഭാര്യയും ഭർത്താവും തമ്മിൽ മാത്രമല്ല കുടുംബക്കാർ തമ്മിലുള്ള യുദ്ധവും ആക്രമവും കേസും വഴക്കുകളൊക്കെ ഉണ്ടാകുന്ന സമയമാണ്. 6-ാം ഇടം എന്ന് വെച്ചാൽ ഹൃണാർത്ഥ ചോര ക്ഷത രോഗശത്രു ഋണബാധ കടബാധ്യതകൾ കൂടാതെ രോഗങ്ങൾ കയറി പിടിപെടാനും ഒരു രോഗം ഇല്ലാത്തൊരാളും രോഗിയാണെന്ന് ആശുപത്രിക്കാർ നിരൂപിക്കുകയാണ്. ചെറിയ രോഗത്തിന് വലിയ ഭയം തോന്നാനും ഞാൻ മരിച്ചു പോകുമോ എന്ന് വരെ സംശയം തോന്നാനും മരണഭീതികളും ഒക്കെ ഉണ്ടാകുന്ന സമയമാണ് ശനി 8 നിൽക്കുന്നത്. യുദ്ധക്ഷയം പ്രവാസാൻ രോഗാൻ ജനന്തി മരണഭീതി യുദ്ധക്ഷയം തന്നെ നഷ്ടം. പ്രവാസി നാടും വീടും വിട്ടു പോകുന്ന ആളാണ്. അപ്പോൾ നാട് വിട്ട് വിദേശത്ത് പോകണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് വിദേശത്ത് പോകാൻ പറ്റും. പക്ഷെ നമുക്ക് വിദേശത്ത് ചെന്നാലും നല്ല ജോലിയാ നല്ല സാലറിയാ മെച്ചമൊന്നും കിട്ടാതെ പോകുന്നൊരു സമയം കൂടിയാണ്. ജോലി കിട്ടിയാൽ തന്നെ നമുക്ക് മെച്ചമില്ലെന്നും കൊണ്ട് കളഞ്ഞിട്ട് വരരുത്. കാരണം 10-ൽ വേഴം നിൽക്കുമ്പോൾ ഒരു ജോലി ഇല്ലാത്തവർക്കും ജോലി കിട്ടാനും ഉള്ള ജോലിയിൽ അഭിവൃദ്ധി കിട്ടാനും യോഗമുണ്ട്. പക്ഷെ നിങ്ങൾക്ക് ആ ജോലി നല്ല മെച്ചമുള്ളത് നേട്ടമുള്ളതായിരുന്നാൽ പോലും എന്നെക്കൊരു പറ്റില്ല വേണ്ടാന്ന് തോന്നിപ്പോകും. അങ്ങനെയുള്ള വിഷമങ്ങളുണ്ടാകും. അതേപോലെ നമുക്ക് ശനിയുടെ യുദ്ധക്ഷേത്ര നഷ്ടങ്ങളും പ്രവാസി നാടും വീടും വിട്ടു പോകുന്ന രോഗങ്ങളും മരണഭയം അപകടം കടം ആക്സിഡൻ്റ് ഒക്കെ ഉണ്ടാകുന്നതും വീഴ്ച ഒടിവൊക്കെ ഉണ്ടാകുന്നതും ശനി നിന്ന മൃത്യുർ വേദസ്സ ദുഃഖം ശനിരിക ഗതിതോ ദാസപ്രത്യാദികോ വിരോഗം ദുഃഖം തടസ്സം. നമ്മളെ ദാസന്മാർ എന്ന് വെച്ചാൽ നമ്മൾക്ക് അച്ഛനെപ്പോലെയും സഹോദരങ്ങളെപ്പോലെയും തൊഴിലാളിയെപ്പോലെയും മുതലാളിയെപ്പോലെയും നമ്മളെ സഹായിക്കുന്ന ആൾക്കാർ കൽപ്പിച്ചു പോവാനും വൃത്യന്മാർ നമ്മളെ തൊഴിലാളിയും മുതലാളിയും ജോലിക്കാരും ഒക്കെ കൽപ്പിച്ചു പോവാനും മൃത്യു നമ്മളെ കൂടെ ഉള്ളവർക്ക് അപകടങ്ങൾ കടങ്ങൾ ശത്രുക്കളൊക്കെ ഉണ്ടാകാനും വിശ്വാസവഞ്ചന ചതി ഇതൊക്കെ ഉണ്ടാകാനും ഒരു ദിവസമെങ്കിലും പോലീസ് സ്റ്റേഷനിലോ ജയിലിലോ കിടക്കാനും ആരെങ്കിലും മരിച്ചാലും നമ്മൾ നിമിത്തമാണ് ചത്തേന്ന് കേൾക്കാനും നമുക്കും ശുദ്ധന്മാരായിട്ട് ജീവിക്കണവരും ദുഷ്ടന്മാരെ പോലെ സംസാരിക്കുകയും പെരുമാറുകയും ചെയ്യാനും ഒക്കെ യോഗമുള്ള സമയമാണ്. അപ്പോൾ അതുകൊണ്ട് വേഴം ഒരു അനുഗ്രഹത്തിൽ നിൽക്കുമ്പോൾ പണവും ജോലിയും പ്രതാപവും അധികാരവും വിദ്യയും ഉദ്യോഗമൊക്കെ കിട്ടും. പ്രത്യേകിച്ച് സന്താനകാരകനാണ് വേഴൻ. അപ്പോൾ മക്കൾക്കും ജോലി കിട്ടാൻ പൈസ കിട്ടാൻ അഡ്മിഷൻ കിട്ടാൻ ഭാഗ്യം കിട്ടാൻ വിവാഹം സന്തതി സമ്പത്ത് ഇതൊക്കെ ഉണ്ടാക്കി തരും. അപ്പോൾ ഒരു ഭാഗം വളരെ നല്ല രീതിയിൽ തന്നെ ഉണ്ട്, മറ്റൊരു ഭാഗം കലകവും ദോഷാപകടവും ഒക്കെ ഉണ്ട്. ഈ ദോഷ കാര്യങ്ങൾക്ക് വേണ്ടി നമുക്ക് പരിഹാരം ചെയ്യണം. ഭാവദൃക് അനഭിമത സ്ഥാനസ്ഥ സർവഗ്രഹ കോപം സാ ശുഭഭാവ ഏതുഗൈഷം സംവാദ ഭാവം പ്രതീതാണ്. ഏത് ഭാവത്തിലാണോ ഒരു ഗ്രഹം പിഴച്ചു നിൽക്കുന്ന ആ ഗ്രഹപ്പിഴകൾ നമുക്ക് ബാധിക്കാതിരിക്കാൻ പരിഹാരം ചെയ്യണം. മൃത്യുഞ്ജോമം നവഗ്രഹ പൂജ കാലഭൈരവ പൂജ ഈശ്വര പൂജ ഇതൊക്കെ നമ്മൾ ചെയ്യണം. ശനിക്ക് ശാസ്താവ് ഹനുമാൻ മുരുകൻ ദേവന്മാരെയൊക്കെ ഭജിക്കണം, കുടുംബദേവന്മാരെ ഭജിക്കണം. അപ്പം നമുക്ക് ഏകദേശം ദോഷം മാറും. നാഗർക്ക് വഴിപാട് ചെയ്യണം, കാരണം സർപ്പം 8 നിൽക്കുകയാണ് ഇപ്പോൾ. അങ്ങനെ ശനിയുടെ 8-ലോട്ടുള്ള വരവും സർപ്പം 8-ൽ നിന്ന് 7-ലേക്കുള്ള വരവും വേഴം 10-ലും 11-ലും നിൽക്കുന്ന സഞ്ചാരകാലവുമാണ് ഈ പൂരം നക്ഷത്രക്കാർക്ക് ഈ പുതിയ വർഷത്തിൽ സംഭവിക്കുന്ന ഗ്രഹങ്ങളുടെ മാറ്റം. അപ്പോൾ ഈ ദോഷങ്ങളുള്ളതിന് നമുക്ക് പരിഹാരങ്ങളും പൂജകളും ഒക്കെ ചെയ്യുമ്പോൾ വിഷമതകൾ ഒരുപാട് മാറി കിട്ടാനുള്ള സാധ്യത ഉണ്ടാകും. പിന്നെ ജാതകവും കൂടെ ഒന്ന് പരിശോധിച്ച് നോക്കണം. ജാതകത്തിൽ നല്ല ദശാകാലമൊക്കെ ആണെങ്കിൽ നമുക്ക് നേട്ടവും ഭാഗ്യവും ഐശ്വര്യവും പ്രവൃത്തിയൊക്കെ ഉണ്ടാകും.
ദോഷ സമയമാണെങ്കിൽ നമുക്ക് വളരെ കഷ്ടനഷ്ടങ്ങളും വിഷമങ്ങളൊക്കെ ഉണ്ട്. അപ്പം കഴിഞ്ഞ 30 കൊല്ലം കൊണ്ടുണ്ടാക്കിയത് 3 കൊല്ലം കൊണ്ട് തകർന്നു പോകും എന്ന് പറയുന്ന സമയമാണ് ശനിയുടെ 8-ലെ സഞ്ചാരകാലം. അപ്പം അതുകൊണ്ട് നമ്മൾക്ക് ഭാഗ്യസൂക്തം, ഐക്യമത്യ സൂക്തം, മന്ത്രങ്ങൾ ജപിക്കുകയും മൃത്യുഞ്ജോമം, നവഗ്രഹ പൂജ, ഐശ്വര്യ പൂജ, ശത്രുസംഹാര പൂജ ഇതൊക്കെ ചെയ്യുകയും ദീർഘമാംഗല്യ പൂജ, സന്താന ഗോപാലമൂർത്തി പൂജ ഇതൊക്കെ ചെയ്യുകയൊക്കെ ചെയ്യുമ്പോൾ ഒരുപാട് വിഷമതകൾ മാറി വരാനും നല്ലത് വരാനുമുള്ള അവസരം നമുക്ക് ഉണ്ടാകും. അങ്ങനെ നമ്മൾ ഈ വർഷത്തിൻ്റെ ദോഷങ്ങളുടെ ഗ്രഹപ്പിഴകൾ അറിഞ്ഞ് നമുക്ക് പരിഹാരങ്ങൾ ചെയ്ത് പരിഹരിച്ചു പോയാൽ എല്ലാ വിഷമതകൾക്കും സമാധാനം ഉണ്ടാകും, നല്ലത് വരും. കാലഭൈരവ ക്ഷേത്രത്തിൽ എല്ലാ അമാവാസി തോറും അമാവാസി പൂജയുണ്ട്. എല്ലാ അമാവാസിക്കും രാവിലെ തൊട്ട് വൈകുന്നേരം വരെ അമ്പലം തുറന്നിരിക്കും. രാവിലെ ഗണപതി പൂജ, 10 മണിക്ക് മൃത്യുഞ്ജോമം, 4 മണിക്ക് യമരാജ പൂജ, 6 മണിക്ക് ഭദ്രകാളി പൂജ, അഭിഷേകങ്ങൾ എല്ലാം നടത്തും. അപ്പം ആ പൂജയിൽ പങ്കെടുക്കാനും താല്പര്യമുള്ളവർ വാട്സപ്പിൽ മെസ്സേജ് അയയ്ക്കുക. നിങ്ങളുടെ ദോഷം മാറുന്നതിന് ഈ 2.5 വർഷത്തേക്ക് കാലഭൈരവനെ ഭജിക്കുകയും ക്ഷേത്ര ദർശനങ്ങൾ നടത്തുകയൊക്കെ ചെയ്യുമ്പോൾ ദോഷങ്ങൾ ഒരുപാട് മാറി കിട്ടും. ഈ അഷ്ടമത്തിലെ ശനിക്കും 7-ലെ രാഹുവിനും ഒക്കെ വേണ്ടിയുള്ള പരിഹാരങ്ങൾ നിങ്ങൾ ചെയ്ത് പ്രവർത്തിച്ച് ജോലി നഷ്ടപ്പെടാതെയും ഭാഗ്യം നഷ്ടപ്പെടാതെയൊക്കെ സൂക്ഷിച്ച് ജീവിച്ചാൽ നമുക്കുള്ള ജോലി കൊണ്ട് തന്നെ നമുക്ക് നേട്ടങ്ങൾ വരും. ഈ കുടുംബ പ്രശ്നങ്ങളും ശത്രുതകളും ഭർത്തൃ കുടുംബ ബന്ധങ്ങൾ തെറിച്ചു പോകാതിരിക്കാനുള്ള സ്നേഹ സൗഹൃദങ്ങളും സംഭാഷണങ്ങളും ഒക്കെ കൊണ്ട് സ്നേഹത്തോടു കൂടി ജീവിച്ച് നിങ്ങൾക്ക് നല്ലത് വരുത്തുന്നതിന് വേണ്ടി ഞാൻ ദേവന്മാരോട് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.